അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അധിക ആളുകളും ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ സഹയാത്രികനായി ബസ്സിലോ കാറിലോ ബൈക്കിലോ ഒക്കെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് അനുഭവങ്ങളില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. ഒരു വിശ്വാസി എന്ന നിലക്കും നമ്മുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ചില കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നമ്മുടെ മരണത്തിനോ മറ്റുള്ളവരുടെ മരണത്തിനോ നമ്മുടെ ഡ്രൈവിംഗ്, നമ്മൾ എത്ര കൊല്ലം ഡ്രൈവ് ചെയ്താലും ഒരു ഡ്രൈവിങ്ങിലെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ മരണമോ മറ്റൊരാളുടെ മരണമോ സംഭവിക്കാൻ പാടില്ല. നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മളൊന്ന് മരിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും പോകും. ഒരു കുട്ടി പിതാവ് നഷ്ടപ്പെട്ടവനാവുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ഡ്രൈവിംഗ് അശ്രദ്ധ കൊണ്ട് അയാൾക്ക് എത്രയോ കാലം നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള അവസരം, പരലോകത്തേക്കുള്ള സമ്പാദിക്കാനുള്ള സമയം എല്ലാം അയാളുടേത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുഃഖമായിരിക്കും നമ്മുടെ കൈകൊണ്ട് ഒരാൾ മരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മരണം അതും അങ്ങനെ തന്നെയാണല്ലോ, സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കാണ്. നമ്മൾ ഈ പോസ്റ്റിലിടിച്ചും കെട്ടിടത്തിലേക്ക് കയറിയൊക്കെ വണ്ടികളെ കാണുമ്പോൾ അത് രാത്രി ഒരു 2 മണിയുടെയും രാവിലെ ഒരു 6 മണിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ആക്സിഡൻറ്റുകളിലാണ് ഈ കൂട്ടമരണങ്ങൾ നടക്കുന്നത്. അത് ഗൾഫ് നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ. അതായത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് നമ്മളറിയാതെ ഉറങ്ങിപ്പോകും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, ചില ആൾക്കാർ നമസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്നു. പല സന്ദർഭത്തിലും നമ്മൾ ഉറങ്ങരുതെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഉറക്കമൊഴിക്കുന്ന ഒരാൾ ഉറങ്ങും എന്ന് 90% അയാൾ ഉറപ്പിക്കണം. ഉറങ്ങിയ ഒരു വണ്ടിക്ക് പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്തരം ഒരു അസമയത്ത് വാഹനം ഓടിച്ച് അപകടം പറ്റുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്, എന്ത് കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും ഈ ഡ്രൈവിങ്ങിൽ വരുന്ന അപാകതകൾക്കുള്ള ഒരു പ്രധാന കാരണം നമ്മൾ വൈകി പുറപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് 10 മണിക്ക് ഓഫീസിലെത്തേണ്ട ഒരാൾ 8 മണിക്ക് ഇറങ്ങേണ്ടതുണ്ട്. അയാൾ 8:30ക്കാണ് ഇറങ്ങിയത്. സ്വാഭാവികമായി രാവിലത്തേക്കാരും വൈകി. പിന്നെ 2 മണിക്കൂർ കൊണ്ട് ഓടേണ്ട ദൂരം അയാൾ 1.5 മണിക്കൂർ കൊണ്ട് ഓടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? അപകടങ്ങളുണ്ടാവും. കാരണം അയാൾ അവിടെ എത്താൻ സമയം വേഗത്തിലാകുക എന്നതിലുപരി തന്നെ ഡ്രൈവിംഗ് സുരക്ഷിതമാകണം എന്ന ചിന്ത രണ്ടും കൂടെ അയാൾക്ക് നടക്കൂല. അപ്പോൾ അയാൾ തൽക്കാലം വേഗത്തിലെത്തുക എന്നതിന് മുൻഗണന കൊടുക്കുകയും അത് പല അപകടങ്ങൾക്കും കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ്. റോങ് ആയിട്ട് കയറാനും ക്ഷമയില്ലാതെ ഓടിക്കാനും അമിത വേഗത ഉണ്ടാവാനും എന്തെല്ലാം ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളെ കുടുംബമായിട്ട് പോവുകയാണെങ്കിൽ കുടുംബം ഇറങ്ങാൻ വൈകിയാൽ എന്ത് ചെയ്യും? നമുക്ക് ഇറങ്ങാൻ വൈകും. അതുകൊണ്ട് വീട്ടിലുള്ള ആളുകൾ നമ്മൾ പുറപ്പെടാനൊരു കാര്യം നിശ്ചയിച്ചാൽ 1 മണിക്കൂർ റണ്ണിങ് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഒരു 1.5 മണിക്കൂർ, അരമണിക്കൂർ നേരത്തെ പുറപ്പെടുക. കാരണം പല ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നേരത്തെ പുറപ്പെടുക. വൈകി പുറപ്പെടുമ്പോൾ അത് പ്രയാസങ്ങൾക്ക് കാരണമാകും. ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്ക് 2 കാര്യങ്ങൾ സാധ്യമാണ്. ഒന്ന്, കുറേ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പല വിട്ടുവീഴ്ചകളുടെ ഒരു ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ഏറ്റവും വലിയ ഒരു അവസരമാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പിന്നിൽ വന്ന ഒരാൾ ഓണടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം എന്താണ്? അവരെ തടസ്സപ്പെടുത്തണം എന്നാണോ ഒഴിഞ്ഞു കൊടുക്കണം എന്നാണോ? അവിടെ നമ്മളുടെ ക്ഷമയും സഹനവും ഹൃദയവിശാലതയും ഒക്കെ എന്ത് ചെയ്യാണ്? പരീക്ഷിക്കപ്പെടുന്ന സമയമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മളൊരാൾ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാളെ പിടിക്കണം, തോൽപ്പിക്കണം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വിഷയം. അപ്പം അങ്ങനെ പല അനുഭവങ്ങളും നമുക്കുണ്ടായിത്തീരും. പല ആളുകളും നമ്മളെ മറികടക്കാൻ വേണ്ടി വണ്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് വണ്ടിയെടുത്ത് നമ്മളെ ബ്ലോക്കാക്കും.
അപ്പം ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ ഒരു ക്ഷമയോടുകൂടെയും ആത്മസംയമനത്തോടെയും കാണുമ്പോൾ ധാരാളം പുണ്യം നമുക്ക് ലഭിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ റോങ്ങായി ചെയ്യുമ്പോഴോ ധാരാളം കുറ്റം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ധാരാളം പുണ്യങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. പലപ്പോഴും പിന്നെ യാത്രയിൽ മറ്റുള്ളവരെ നമ്മൾ കയറ്റി അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞൊരു പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ആൾ പിന്നെ അങ്ങാടിയിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരാളെ കണ്ടു. അപ്പോൾ അയാളെ കയറ്റി ബൈക്കുമേ പോലീസ് ചെക്ക് ചെയ്തു. അയാൾ കഞ്ചാവ് പിന്നെ ലഹരി വിതരണം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ വാഹനം കൂടെ ആവശ്യമായതുകൊണ്ട് ഒരിക്കലും ഒരു നിരപരാധിയായ ആൾ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കയറ്റുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ നമ്മുടെ വാഹനത്തിൽ നമ്മൾ കയറ്റാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും, കുട്ടികളുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി നിർത്തിക്കൊടുത്ത് അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ പല സാധനങ്ങളൊക്കെ ബൈക്കിന്നൊക്കെ റോഡിൽ വീണ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് റോഡിൻ്റെ മധ്യത്തിൽ നിന്ന് അതെടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വണ്ടി തൽക്കാലം സ്ലോ ആക്കി കൊടുത്തിട്ട് അവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ധാരാളം നന്മകൾ നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് ഡ്രൈവിംഗ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു ആസ്വാദനമാണ്. ഈ കുട്ടികളൊക്കെ വണ്ടി ഓടിക്കുന്നത് ടോയ്സൊക്കെ ഉപയോഗിക്കണം ഒരു ആസ്വാദനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളും ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്കത് ആസ്വദിക്കാം. പക്ഷേ സ്മൂത്തായ ഡ്രൈവിങ്ങൾ മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി അതൊന്നുമില്ലെങ്കിലും നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരാൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയരുത്. അല്ലെങ്കിൽ അയാളിങ്ങനെ ഭയന്നിരിക്കും. അയാളെ വെറുതെ പേടിപ്പിക്കേണ്ട. നമ്മൾ വളരെ സ്മൂത്തായി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ധൈര്യസമയം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ ഇരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ആസ്വദിക്കുക, കൂടുള്ളവരെ ആ ഡ്രൈവിംഗ് ആസ്വദിപ്പിച്ച് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും വബുത്തഗി ഫീമ ആത്താക്കല്ലാഹു ദർറാഖ്, നമുക്ക് പരലോകത്തെ അന്വേഷിക്കാൻ പറ്റുമല്ലോ ഏത് നന്മകളിലും. അപ്പോൾ ഇതിലും നമ്മളൊരു എല്ലാ ദിവസവും വണ്ടി എടുത്തിറങ്ങുന്ന ആളുകൾ ആ ഒരു പിന്നെ പ്രവർത്തനം ഒരു പുണ്യകരമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ആത്മസംയമനവും ക്ഷമയും പാലിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.